ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗോ കാഴ്ച. സോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. സോ നമ്മുടെ ഷിപ്പ് ഈസ് ഇൻ ചിലിയിലാണ് നമ്മുടെ ഷിപ്പ് കിടക്കുന്നത് അപ്പോൾ. ആൻഡ് നമ്മളിന്ന് ചിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. വി ആർ ഇൻ കൊച്ചി എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ആൻഡ് നമ്മളിപ്പോൾ ഡിപ്പാർച്ചർ ആവാറായിട്ടില്ല, ഇപ്പോൾ ടൈം ആവുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് ഈസ് അറൗണ്ട് 4 ഇൻ ദ മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത് എയർബസ് A330 ഓഫ് ഖത്തർ എയർവേസ്. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്ന ഒരു A330 ഒരു എക്കോണമി ക്ലാസിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് നമ്മൾ ഇനി 2-3 ഫ്ലൈറ്റ്സും കൂടി ഉണ്ട് A330 ശേഷം. ഇറ്റ് ഈസ് ഫ്രം കൊച്ചിൻ ടു ദോഹ, അതിനുശേഷം ദോഹ ടു ബ്രസീലുണ്ട്. ദാറ്റ്സ് എ 16-hour ലോങ് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രസീലിൽ നിന്ന് ചിലിയിലേക്ക് സാന്റിയാഗോ എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്കുണ്ട്. ആൻഡ് ഫ്രം സാന്റിയാഗോ ടു ആൻറ്റോഫഗാസ്റ്റ, അതാണ് നമ്മുടെ ഫൈനൽ. അങ്ങനെ 4 ഫ്ലൈറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫോളോ വിത്ത് മീ ഗൈസ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബട്ട് വി ആർ ഗോണ ഡു ഇറ്റ് എനിവേ. കാരണം നമ്മുടെ മെയിൻ ഗോൾ ഇതായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ട്രാവൽസാണ് വ്ളോഗ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, നമ്മളിപ്പോൾ എല്ലാ സെക്യൂരിറ്റി ചെക്സും കഴിഞ്ഞ് ഇപ്പോൾ വെയിറ്റിംഗ് ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ 2. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ബാക്കി ഫ്ലൈറ്റിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മുടെ കോൾ വന്നിരിക്കുകയാണ്. സോ ഞാനും എൻ്റെ ഒപ്പമുള്ള ജൂനിയർ ഓഫീസറും കൂടി നേരെ നമ്മുടെ പ്ലെയിനിലേക്ക് നടക്കുകയാണ്. പ്ലെയിൻ അത്യാവശ്യം ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. എന്നിരുന്നാലും നമുക്ക് സീറ്റ് കിട്ടിയിരുന്നത് ഏറ്റവും പിന്നിലായിരുന്നു. ആൻഡ് എനിക്ക് കിട്ടിയതൊരു വിൻഡോ സീറ്റും കൂടി. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു അതിൽ. സോ എനിക്ക് സുഖമായിട്ടിരുന്ന മൂവീസ് കാണാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആൻഡ് വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് നോക്കാം. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ വാതിൽ അടച്ചേണ്ട ഒരു ഇഷ്യൂ ഇല്ല. മോസ്റ്റ്ലി എപ്പോഴെങ്കിലും രാവിലെയുള്ള സമയങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് വിൻഡോ സീറ്റ് ഇടണമെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവാറില്ല. ആൻഡ് ലെഗ് സ്പേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലെഗ് സ്പേസ് നോർമലായിരുന്നു. എക്കോണമി ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് തന്നെയാണ്. അപ്പുറത്തൊരാൾ ചാരി ഇരുന്നാലും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് അമ്യൂണിറ്റീസ് ആയിട്ട് അവർ തന്നിരുന്നത് ഒരു പില്ലോ ആണ്. ആൻഡ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെഡ്ഫോൺസും ഒരു ബ്ലാങ്കറ്റും ആണ്. ആൻഡ് അത് ആക്ച്വലി ഉപയോഗിക്കാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പ്ലെയിനിൻ്റെ ഉള്ളിൽ. ആൻഡ് നമ്മളങ്ങനെ മെല്ലെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നു. ഫസ്റ്റത്തെ ഒരു ഡിന്നർ എന്ന് പറയാം, ഓർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. സമയമൊക്കെ ഇനി എല്ലാം തിരിച്ചാണ്. ആൻഡ് നമ്മൾ അവസാനം ദോഹ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ദോഹ എയർപോർട്ട് ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എയർപോർട്ട്സ്. ആൻഡ് കുറേ ഒരു ഹബ്ബാണ് ഇത് ആക്ച്വലി. ഖത്തറിൻ്റെ മാത്രമല്ല, ലോകത്തിലേക്ക് ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ഇവിടുന്ന് പ്ലെയിൻ ഇടുന്നാണ് പറയാറ്. സോ ദോഹ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ മെല്ലെ നമ്മുടെ ബാഗ്സ് ഒന്നും ഇനി ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനി ഫ്ലൈ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ് ഈസ് ഓൾസോ സ്പോൺസർഡ് ബൈ ഖത്തർ. സ്പോൺസേർഡ് അല്ല, ഖത്തറിൻ്റെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഒരു മെറൈനേഴ്സ് ലോഞ്ച് ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാനെന്നൊന്നും കൂടി ഒരു താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മൾ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് എത്തിയത് എയർബസ് A331 ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു A350. ഇറ്റ്സ് ഫ്രം ദോഹ ടു സാവോപോളോ. ആൻഡ് അതിലേക്ക് ഇനി പോകാനുള്ള യാത്രയാണ് കാണാൻ പോകുന്നത്. സോ വി ആർ ഇൻ ദോഹ. ആൻഡ് നമ്മുടെ ജൂനിയർ ഓഫീസറിന് ഒരു ആപ്പിൾ വാച്ച് എടുക്കാൻ പോകണം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ് മോഡൽ? അൾട്രാ 3 അതന്നെ എടുക്കാൻ പോണം. റിച്ച് കിഡ്. സോ ടെർമിനൽ സീലില്ല, ഡീല് പോകണം. അവിടെ തന്നെ എനിക്കറിയില്ല മെറൈനേഴ്സ് ലോഞ്ച് എവിടെയാണ്. ഇനി അവിടെയും കൂടി കയറിയിട്ട് വേണം. ഫ്രഷനപ്പ് ആയതിനു ശേഷം 7:45 നെക്സ്റ്റ് ഫ്ലൈറ്റ്, ദ ലോങ്സ്റ്റ് ഫ്ലൈറ്റ്. സോ ആപ്പിൾ സ്റ്റോർ എത്തിയിരിക്കുകയാണ്. ആൻഡ് ചെറിയ ആപ്പിൾ സ്റ്റോർ എന്ന് വെച്ചാൽ പുറത്തുള്ളൊരു ഔട്ട്ഡോർ ആപ്പിൾ സ്റ്റോർ കാണിച്ചു തരാം. എത്ര ദർഹത്തിലാണ് ഇത് ചെയ്യുന്നത്? $94. $1000 വാച്ച് വാങ്ങിക്കുന്നോ? iPhone 17 സോ എയർ, തിന്നസ്റ്റ് ഐഫോൺ. ഇതൊക്കെയാണ് ഈ പോക്കറ്റിൽ ഇരിക്കണത് തന്നെ അറിയില്ലേ അല്ലേ? എത്ര തിന്നാൻ നോക്കി. ആ ഫോൺ കാണിച്ച്
കമ്പയർ ഇറ്റ് വിത്ത് 13 Pro. Pro അല്ലേ? ബാറ്ററി ഇല്ലെങ്കിൽ എന്താ പോക്കറ്റിൽ ഇരിക്കണമെന്ന് അറിയില്ല. Watches in the straps. Little bit broad of all also. I'll have it with the Alpine. വാങ്ങിക്കാൻ പോകണോ? ഷോ എനിക്ക് ഇത് വാങ്ങിക്കണം. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഷീറ്റിൽ ഇത് വെച്ചാൽ തന്നെ പകുതി സൗണ്ട് ഒന്നും കേൾക്കില്ല. പിന്നെ പാട്ട് വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ. നോട്ടുകളുടെ കൂമ്പാനാണ് കിടക്കുന്നത്. $1,000 നാട്ടിലിപ്പോ എത്ര? 90,000 ആയില്ലേ? എന്റെ ഫോണിനെക്കാട്ടും വിലയുള്ള വാച്ച്. ഞാൻ ഈ 15 Pro എടുത്തത് എത്ര തന്നെയാണെന്നറിയോ? അറൌണ്ട് 90-95K എൻ്റെ അത്രയൊക്കെ ഉള്ളതുള്ളൂ. ഞാൻ 3,600 ദഹത്തിന് എടുത്തത്. ഈ C55ലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് കുറെ നടക്കാനുണ്ട്. മെറൈനസ് ലോഞ്ചിൽ കയറാൻ പറ്റിയില്ല ബിക്കോസ് വി ആർ റണ്ണിങ് ലേറ്റ്. 7:45 ഫ്ലൈറ്റിന് ഓൾറെഡി അവർ 6:55 തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ആയി. 1 hour. അപ്പോൾ വലിയ പ്ലെയിനാണ്. വെരി ബിഗ് പ്ലെയിൻ. മിഡിൽ സീറ്റ് എന്താണെന്ന് തോന്നുന്നു. ഞാൻ അതിലെടുക്കും എത്തണം. ഞാൻ മുദ്രകനൊക്കെ പോണതാ. ഇപ്പോഴല്ല. സോ ഗൈസ്, ഞങ്ങൾ സെക്കൻഡ് ഫ്ലൈനിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ബസ് വഴി പോകണം. സോ വി ആർ ഇൻ എ ബസ്. ആൻഡ് ഇവിടെ ഇനി ഏത് ഫ്ലൈറ്റ് നമ്പർ? നമ്മുടെ Q744. ഓക്കെ, ആ ഫ്ലൈറ്റ് നമ്പറിലാണ് ഇനി അവിടം വരെ പോകണം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഖത്തർ എയർവേസിന്റെ A350 ദോഹ ടു ബ്രസീൽ ഫ്ലൈറ്റ്. എൻ്റെ വാഷ്റൂം നോർമൽ ഒരു ബേസിക് സിങ്ക്, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഉണ്ടാവും, ഡസ്റ്റ്ബിൻസ്, ഹാൻഡ് വാഷസ് ആൻഡ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് പേപ്പേഴ്സ്. ആൻഡ് ഇവിടെ ഇറ്റ്സ് റോസ് EDT ആണ്, റോസ് ഫ്ലേവർ, നോർമൽ ടിഷ്യൂസ്. അത്യാവശ്യം ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഇവിടെ ഒരു ഫുൾ മിററും കൂടി ഉണ്ട്. ഇറ്റ്സ് കോമ്പാക്റ്റ് ഗുഡ്. അങ്ങനെ 14 hours അല്ലാതെ ഇതിൽ 14 മണിക്കൂർ ഇരുന്ന് കഴിച്ചു ഇൻ സിംഗിൾ പ്ലെയിൻ. ആൻഡ് എത്തി സാവോ പോളോ. ഇനി അടുത്ത പ്ലെയിൻ അറ്റ് 9 മണി. അയ്യോ വയ്യാണ്ടാവും സത്യം പറഞ്ഞ. പറൊക്കെ വേദന എടുത്ത് ഇനിയുണ്ട് ബാക്കി ഒരു 8 മണിക്കൂർ. സോ അങ്ങനെ നമ്മൾ അവസാനം വി റീച്ച് സാവോ പോളോ, വിച്ച് ഇസ് ബ്രസീൽ. ബ്രസീലിൻ്റെ ഒരു മേജർ എയർപോർട്ടാണ് സാവോ പോളോ. അതൊരു ബിസിയസ്റ്റ് ഹബ്ബാണ്. നമ്മുടെ മെയിനായിട്ടുള്ള മിക്ക ഫ്ലൈറ്റ് ട്രാഫിക്കും കിട്ടുന്ന ഒരു ബ്രസീലിയൻ എയർപോർട്ടാണ് സാവോ പോളോ എയർപോർട്ട്. ഇവിടെ നമുക്ക് പല പല ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വൺ ഇസ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഫ്രീ ഷട്ടിൽ സർവീസസ്. ആൻഡ് അത്യാവശ്യം ഷോപ്പിങ്ങും അതിന് മറ്റേ കാര്യങ്ങൾക്കും ഡൈനിങ്ങിനും പറ്റിയ കുറേ ഏരിയാസും ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ അല്ല നടന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന ഒരെണ്ണം നമ്മൾ പോകാൻ വെച്ചിരുന്ന സാന്റോസിൽ നിന്ന്, അതായത് സാവോ പോളോന്ന് നേരെ ചിലിയിലേക്ക് പോകുന്ന ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നമ്മുടെ ക്യാൻസൽഡ് ആയി. ആൻഡ് അത് കാരണം നമുക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാളത്തെ ഒരു കണ്ടിന്യൂവേഷൻ ഫ്ലൈറ്റും മിസ്സായി. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നമുക്ക് കുറച്ച് വൗച്ചേഴ്സും ഇതൊക്കെ തന്നു. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് നാളത്തേക്ക് അവർ പോസ്റ്റ്പോൺ ചെയ്തു. ടുമോറോ 4 AM ആണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ടു ചിലി. അത് കഴിഞ്ഞ്
ഒരു ഫ്ലൈറ്റും കൂടി ഉണ്ട് ചിലിയിൽ നിന്ന് സാന്റിയാഗോ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് അടുത്തതായിട്ടുള്ള ഒരു ആൻറ്റോഫഗാസ്റ്റ എന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റും കൂടി ഉണ്ട്. സോ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇനി ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ. സോ ഇന്നിപ്പോൾ നമ്മളിവിടെ വൗച്ചർ കിട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിസ്സ ഹട്ടിൽ പോയി ഇവിടെ എല്ലാവരും കൂടി മീറ്റ് ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് അതിൻ്റെ വീഡിയോസും ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. സോ ഇനി ബാക്കി കാഴ്ച നാളെ.